ഞങ്ങളെ വീടിന്റെ പുറകുവശത്ത് പിന്നെ ഒരു മാവ്, ഞങ്ങൾ ഇവിടെ വീട്ടിൽ താമസിച്ചിട്ട് ഒരു 10-15 വർഷമായി. അപ്പൊ അന്നേ ഉള്ള ഒരു മാവുണ്ട് ഇവിടെ. അത് അതുവരെ പൂത്തിട്ടൊന്നുമില്ല. മാവ് കുറച്ച് വലിയ മാവായി, ഈ ടെറസിന്റെ മുകളിലേക്കൊക്കെ പടർന്ന കൊമ്പൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം കൊണ്ടുവന്ന് തെച്ച ബഡ് തൈകളൊക്കെ കായ്ച്ചു. എല്ലാ മാവുകളും മാവ് തൈകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ മാവിലും മാങ്ങണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോ, നേരത്തെ മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല. മാവ് പൂക്ക് ഒരു ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആയിട്ടല്ലേ, ഫെബ്രുവരി മാർച്ചൊക്കെ ആവും. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നേരത്തെ അപ്പൊ ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോ ഒരു കൈപ്പശ്ശേരി ഗോവിന്ദ നമ്പൂരി എന്ന് പറയുന്ന ഒരാൾ യൂട്യൂബിൽ ഉണ്ടാവലുണ്ട്. കുറച്ചൊരു തിരുമേനി ശ്രദ്ധിച്ചൊക്കെ അറിയാം. ഒരു വട്ടമുഖൊക്കെ ആയിട്ട് കൈപ്പശ്ശേരി ഗോവിന്ദ നമ്പൂരിയാന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പൊ ആ തിരുമേനി ഒരു ദിവസം ഇങ്ങനെ ഞാൻ നോക്കിയപ്പോ പറഞ്ഞു, ഗുരുവായൂരപ്പന് മാങ്ങ ഭയങ്കര ഇഷ്ടാണ്, നിങ്ങൾ വീട്ടിലൊക്കെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് കൊടുക്കണം. പിന്നെ അത് പൊടിയിട്ട മാങ്ങയൊന്നും അല്ല, നമ്മളെ നല്ല മാങ്ങ വീട്ടിലുണ്ടാകുന്ന നല്ല മാങ്ങയായിരിക്കണം കൊടുക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ വാങ്ങാൻ കിട്ടുന്നതൊക്കെ പൊടിയിട്ട് പഴുപ്പിച്ച മാങ്ങയല്ലേ, അതല്ല നല്ല മാങ്ങ. നിങ്ങൾക്ക് അപ്പൊ ഗുരുവായൂർ കൊണ്ടുവരാനൊന്നും അല്ല പറഞ്ഞത്, നിങ്ങളെ വീടിന്റെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നേരിച്ചിട്ട് വാങ്ങി കഴിച്ചാലൊക്കെ നല്ലതാണ്, കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങളെ പുറകിലുള്ള മാവിന്റെ അടുക്കള ഭാഗത്ത് അവിടെ നിൽക്കുമ്പോ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഇങ്ങനെ മാങ്ങ ഗുരുവായൂരപ്പൻ ഇഷ്ടാന്ന് പറയുന്നുണ്ട്, നമ്മക്ക് കൊടുക്കാൻ മാങ്ങല്ലല്ലോ. അപ്പൊ ഈ മാവ് അങ്ങ് പൂത്ത് കിട്ടിയാല് നമ്മക്ക് മാങ്ങ ഗുരുവായൂരപ്പന് കൊടുക്കായിരുന്നു പറഞ്ഞു. ഓ അത് ശരിയാ, ഉണ്ടായാ നമ്മക്ക് കൊടുക്കാലോന്നും പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അതവിടെ വിട്ടു. ഈ ഒട്ടുമാവിന്റെ ഒക്കെ മാങ്ങയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട്, ചിലത് പുഴു വരും ഇതിന്റെ ഉള്ളില്. നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ചിലപ്പോ എത്ര നോക്കിയിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ചിലതിന്റെ ഉള്ളിലൊക്കെ പുഴുക്കുത്തുണ്ടാവും. എത്ര മരുന്നടിച്ചാലും നമ്മൾ എങ്ങനെ കരുതിയാലും ഇതൊരു നാടൻ എന്തോ ഒരു മാവാണ്. എന്ത് മാവാന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതത്ര ബഡ് തൈയല്ല, അല്ലാത്തൊരു എന്തോ നല്ല മാങ്ങ കിട്ടിയപ്പോ അതിന്റെ അഞ്ചു കൊണ്ടൊന്ന് കുഴിച്ചിട്ടതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം നോക്കുമ്പോ ഈ മാവിലൊരു പൂക്കുല നമ്മള് പറഞ്ഞേ. പിറ്റേതല്ല, അതിന്റെ പിറ്റേ ദിവസം ഞങ്ങളിങ്ങനെ നോക്കുക. എന്നാ പറഞ്ഞ ആ മാവ് പൂക്കുന്നുണ്ടല്ലോ, ഗുരുവായൂരപ്പ കേട്ടുന്നാ തോന്നുന്നത്, മാവ് പൂക്കുന്ന കാര്യം മാങ്ങേന്റെ കാര്യം പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായപ്പോ അതിന്റെ പിറ്റേ ദിവസമായപ്പോ 2-3 പൂക്കലകളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട് അതിന്റെ ഉള്ളിലൊക്കെ. അത് ശരി, എന്നാ മാവ് പൂക്കട്ടെ എന്നും പറഞ്ഞു. പിന്നെ അത് എന്തോ തിരക്കിൽ അങ്ങ് വിട്ടു. അപ്പൊ മോന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഒരു ജനുവരി 9 കഴിഞ്ഞ വർഷത്തെ. അപ്പൊ ഈ ജനുവരി 9-ാം തീയതി മോന്റെ ഭാര്യ വീട്ടിൽ നിന്നൊക്കെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പം മോളെ അമ്മ മുറ്റത്തിറങ്ങി നിന്നപ്പോ മാവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ മാവൊക്കെ നിറയെ പൂത്തല്ലോ. അപ്പൊ ജനുവരി ആയതേ ഉള്ളൂ, മാവൊന്നും പൂക്കേണ്ട സമയമായിട്ടില്ല, എവിടെയും മാവൊന്നും പൂത്ത് തുടങ്ങിയിട്ടുമില്ല പറഞ്ഞു. അപ്പൊ പറഞ്ഞു മാങ്ങയൊക്കെ കഴിക്കാൻ ആളെത്തിന്ന് മാവിന് മനസ്സിലായിട്ടുണ്ടാവും, അതാണ് മാവ് പൂത്തത് എന്നും പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് ഒറ്റ മോനേ ഉള്ളൂ, വേറെ കുട്ടികളില്ല, പെൺകുട്ടികളൊന്നുമില്ല. അപ്പൊ മാങ്ങയൊക്കെ എപ്പോഴും പെൺകുട്ടിയൊക്കെയാണല്ലോ താല്പര്യം. അപ്പൊ അങ്ങനെ പറഞ്ഞാ ശരി. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണെന്നും പറഞ്ഞു. അല്ലാതെ ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റൂലല്ലോ, ഇത് നമ്മളെ മനസ്സിലുള്ള ഒരു ഇതാണല്ലോ. അപ്പൊ അന്നപ്പോ ഞാൻ നോക്കാം മാവ് നിറയെ പൂത്ത് കിടക്കുന്നുണ്ട്, നിറച്ച് പൂത്ത്. പിന്നെ അങ്ങനെ അതൊക്കെ ഉണ്ണി വിരിഞ്ഞു മാങ്ങയൊക്കെ ഇങ്ങനെ ഒരു നീണ്ട മാങ്ങ, നല്ലൊരു പ്രത്യേക മാങ്ങ. എന്ത് മാങ്ങയാന്ന് എനിക്ക് പറയാൻ പറ്റൂല, കുറച്ച് നീണ്ടിട്ട് ആദ്യമായിട്ടാണ് അതല്ലേ പറയുന്നത്. അങ്ങനെ മാങ്ങയൊക്കെ ആയി. അങ്ങനെ ജനുവരി 3-ാം തീയതി ഉത്സവം തുടങ്ങി. കഴിഞ്ഞ ജനുവരി അല്ല, മാർച്ച് 3-ന് കഴിഞ്ഞ പ്രാവശ്യം ഉത്സവം തുടങ്ങുന്നത്. അപ്പൊ മാർച്ച് 3-ാം തീയതി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഉത്സവത്തിന് അപ്പൊ ഏട്ടന്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ, ഒരു ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടൻ വിളിച്ചപ്പോ ചോദിച്ചു, ചന്ദ്രേട്ടൻ വരുന്നില്ലേ, ഉത്സവൊക്കെയാണ്. പറഞ്ഞു ഉത്സവത്തിനൊക്കെ നല്ല തിരക്കായിരിക്കൂലേ ഉണ്ണിയേട്ടാ അവിടെ വന്നാല് എന്ന് ചോദിച്ചു. പറഞ്ഞു തിരക്കായാലും എന്താ, നമ്മക്ക് മാറി നിന്നാ പോരേന്ന് ഈ ഉണ്ണിയേട്ടനും ചോദിച്ചു. അപ്പൊ നിങ്ങൾ വരുന്നുണ്ടോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന. അപ്പൊ പറഞ്ഞു നമ്മൾ എങ്ങനെയാ പോവുക, മാങ്ങ പഴുത്തിട്ട് കൊടുക്കണ്ടേ, അപ്പൊ നമുക്ക് മാങ്ങ വേണ്ടേ കൊടുക്കാന്. അങ്ങനെ മാങ്ങ പഴുത്താലല്ലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞാലായിരിക്കും പിന്നെ മാങ്ങ പഴുക്കാനാവുക. ഇല്ല, മാസമല്ല 2 മാസം വേണ്ടി വരും. ഇത് ജനുവരിയിൽ ഇങ്ങ് പൂത്തതല്ലേ ഉള്ളൂ, മാസം 3 മാങ്ങ ഉണ്ടായിട്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. അത് ശരിയാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യെന്നാല്
മാങ്ങ പഴുത്തിട്ട് പോവാ നമുക്ക്, ഉത്സവത്തിന് പോണ്ടാന്ന് പോയി. പിന്നെ ഉത്സവത്തിന്റെ തീരാനൊരു 5-ാം ദിവസം 6-ാം ദിവസം ആയപ്പോ ഉണ്ണിയേട്ട പിന്നെയും വിളിക്കുന്നു, നിങ്ങൾ വരുന്നുണ്ടോ, അവിടെ റൂം ബുക്ക് ചെയ്യണോ, പിന്നെ കുറച്ചങ്ങോട്ടെത്തിയാ തിരക്കായിരിക്കും പിന്നെ റൂമൊക്കെ കിട്ടാനേ, അപ്പൊ വരുന്നുണ്ടോന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു എന്താക്കണോ, ഞാൻ പറഞ്ഞു സാരല്ല, എന്നാലും ഇങ്ങനെ ഉത്സവത്തിന് വിളിക്കല്ലേ, ഇപ്പൊ ഒരാൾ അവിടുന്ന് വിളിക്കുമ്പോ നമ്മള് ഗുരുവായൂരപ്പൻ വിളിക്കും പോലെ തന്നെയല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മാങ്ങ 2 പച്ച മാങ്ങന്നെങ്കിലും പറിച്ചിട്ട് പോവാം, ഏതായാലും അങ്ങനെ ഉള്ള മാങ്ങയല്ലേ, പച്ചമാങ്ങ ആയാലും തെറ്റൊന്നുമില്ലല്ലോ, പിന്നെ പഴുക്കുമ്പം വേറെ കൊടുക്കാം പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ഈ 5-ാം ദിവസം ഉത്സവത്തിന്റെ 5-ാം ദിവസം അത് കഴിഞ്ഞ് അവിടെ നിന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോ നമ്മളെ ആ മാവിന്റെ ചോട്ടിലുണ്ട് ഒരു മാങ്ങ വീണ് കിടക്കുന്നു, മഞ്ഞ കളറൊക്കെ ആയിട്ട് നല്ലൊരു മാങ്ങ. പെട്ടെന്ന് അവിടെ ഈ മാങ്ങയോ, അപ്പൊ വിചാരിച്ച് വല്ല പുഴുവായിട്ട് നേരത്തെ വീഴുന്നതായിരിക്കും, അപ്പൊ മാങ്ങ പഴുക്കാനായിട്ടില്ലല്ലോ, ഇപ്പൊ സമയമായിട്ടില്ല. അങ്ങനെ ഈ മാങ്ങയൊക്കെ ഞാൻ എടുത്തു നോക്കി, അതിന് ഒരു കേടുമില്ല. ഇങ്ങനെ വല്ല പുഴുവൊക്കെ ഉണ്ടെ ചെവിയിൽ എടുത്ത് വെച്ച് നോക്കിയാൽ അതിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദമൊക്കെ കേൾക്കാം. ഇതൊന്നുമില്ല, നല്ല മാങ്ങയാണ്. അപ്പൊ അയ്യോ ഇതെന്താ അത്ര പെട്ടെന്ന് ഒരു മാങ്ങ പഴുക്കാനായില്ലല്ലോ എന്ന് പറഞ്ഞ്, എന്നാലും വേണ്ടില്ല നന്നായിട്ട് കഴുകിയൊക്കെ തുടച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അങ്ങനെ എന്നാ പിന്നെ ഒരു മാങ്ങയല്ലേ പഴുത്ത് കിട്ടിക്ക്, എന്നാ നമ്മക്ക് പോവാ ഗുരുവായൂർ പറഞ്ഞു. അങ്ങനെ എന്നാലും പിന്നെ ഞങ്ങള് ഡ്രൈവറെ മോനല്ല, മോൻ ബാംഗ്ലൂരാണ്, അപ്പൊ വണ്ടിയൊക്കെ ഡ്രൈവറൊക്കെ ഏൽപ്പിച്ചു പോവാൻ വേണ്ടിട്ട്. 8-ാം ദിവസം ഞങ്ങൾ പോകും, ഉത്സവത്തിന്റെ 8-ാം ദിവസം. ഇത് 5-ാമത്തെ ദിവസം ഒരു മാങ്ങ വീണിട്ടുണ്ട്. 6-ാം ഇപ്പൊ പോന്നേന്റെ തലേ ദിവസം ഇപ്പം ഏട്ടന ഇരുമ്പിന്റെ കോണി, ചെറിയ കോണി ഉണ്ടല്ലോ, കോണി ടെറസിന്റെ മുകളിൽ ചാരിയിട്ട് എന്നോട് പറഞ്ഞു, ഏതായാലും ഈ ഒരൊറ്റ മാങ്ങയായിട്ട് എങ്ങനെയാ കൊണ്ടുപോകാൻ 2 പച്ചമാങ്ങയും കൂടി പറിക്കാം. നമ്മളെ കൈകൊണ്ട് പിടിക്കാം, കണ്ണിയായിട്ട് ഇങ്ങനെ അത്ര ഉയരല്ല കേട്ടോ, അടുക്കളയുടെ വർക്കേരിയ, ചെറിയൊരു കുറച്ച് താഴ്ന്നിട്ട. അപ്പൊ അതിന്റെ മുകളിൽ കയറി ഒരു മാങ്ങ പിടിച്ചപ്പോ അത് കയ്യിലിങ്ങ് പോന്നു. എന്നോട് പറഞ്ഞു, എടി ഇത് പഴുത്ത് കിടക്കുന്നുണ്ടല്ലോ മാങ്ങ ഇതിന്റെ മുകളിൽ. അങ്ങനെ ഒന്ന് പിടിച്ചു, അങ്ങനെ 4 മാങ്ങ പഴുത്തത് കിട്ടി. ബാക്കിയൊക്കെ പച്ച, പിന്നെ ബാക്കി എല്ലാം അങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഒന്നും പോരുന്നില്ല, ഒക്കെ പച്ചയാണ്. ഈ 4 എണ്ണം കൂടി പഴുത്തത് കിട്ടി. അപ്പൊ സന്തോഷായി, മാങ്ങ പഴുത്ത് കിട്ടിയല്ലോ. അങ്ങനെ അതൊക്കെ കൂടി കൊണ്ടുവച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഗുരുവായൂർ 8-ാം ദിവസം, അവിടെ ഉത്സവ ബലിന്റെ ദിവസം പോവുക. അങ്ങനെ അവിടെ എത്തി 12 മണി, ഒരു 11:30-12 മണി ആയിട്ടുണ്ടാകും അവിടെ എത്തുമ്പോ. അപ്പൊ പിന്നെ റൂം 3 മണിയാവണല്ലോ കിട്ടണമെങ്കിൽ റൂം. അപ്പൊ ദേവസ്വത്തിലുള്ള ഒരാളുണ്ട് നമ്മൾ അറിയുന്നേ, അപ്പൊ അവര് കൗസ്തുഭത്തില് വെച്ചിട്ട്. അപ്പൊ ചെന്നപ്പോ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് നേരെ മാങ്ങ ഒരു നല്ലൊരു പേപ്പറിന്റെ ഒരു ചെറിയ തൂക്കൊക്കെ ഉള്ള പേപ്പറിന്റെ തന്നെ ഒരു സഞ്ചിയാണ്, പേപ്പർ സഞ്ചി എന്തോ സാധനം. എനിക്ക് ബാംഗ്ലൂരിൽ നിന്നെല്ലാം കൊണ്ടുതന്നതായിരുന്നു, അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോ പിടിക്കാന്ന് പറഞ്ഞിട്ടൊരു ചട്ട പോലെ ഉള്ളതിനൊരു പിടിയായിട്ട് കയറ് പോലെ. അപ്പൊ ഈ മാങ്ങ നന്നായിട്ട് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഇതില് വെച്ചു, എനിക്ക് തൂക്കി പിടിക്കാലോ. അങ്ങനെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുമ്പോ, ഇപ്പൊ ആ സമയത്ത് അമ്പലത്തിന്റെ ഉള്ളിലൊന്നും ദർശനമില്ലല്ലോ, പുറത്തുനിന്ന്. അങ്ങനെ അപ്പൊ ഈ ദേവസ്വത്തിലുള്ള ആള് ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് ഇവിടെ പ്രസാദോട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാന്ന്. അപ്പൊ ഈ അവിടുത്തെ ജോലിക്കാർക്കുള്ള ഒരു ലൈൻ ഉണ്ട് ദേവസ്വം ബോർഡിലുള്ള, അപ്പൊ ആ ലൈനിൽ ഞങ്ങളെ കയറ്റി. അവിടെയൊക്കെ നല്ല തിരക്ക് തന്നെയാണ്, ആ തെക്കേ നടയിൽ. അങ്ങനെ ഞാൻ ഈ സഞ്ചിയും കൊണ്ട് ഇങ്ങനെ കൂടെ പോയി അവിടെ ചെന്ന് കഞ്ഞിയൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിൽ ചെന്ന് നോക്കുമ്പോ അവിടെ ഈ ഇടപ്പുറത്ത് ആള് ശിവേലി തടമ്പൊക്കെ ആയിട്ട് ഭൈരപ്പനും ആനയൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട്. അപ്പൊ മുറ്റം നിറയെ ആളുകളും ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ പൂജയും വാദ്യങ്ങളും ഒക്കെ ഉണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആ മുറ്റത്ത് ഇങ്ങനെ നമ്മള് വളഞ്ഞു വരുന്ന ഭഗവതിന്റെ അമ്പലത്തിന്റെ ഒക്കെ ആ സൈഡ് ഉണ്ടല്ലോ വളവ്, അവിടെ അങ്ങനെ നിക്കുക. അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം, ആനപ്പുറത്ത് ഇരുന്നിട്ട് അവിടുത്തെ ഇതൊക്കെ കാണാം. അങ്ങനെ കൊറേ സമയം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ഗുരുവായൂരപ്പൻ ഈ മാങ്ങ എങ്ങനെ, അവിടെയൊക്കെ തിരക്കല്ലേ, ഒന്ന് മുമ്പിലേക്ക് ചെല്ലാനും കൂടി പറ്റുന്നില്ല, അത്ര ആളും ബഹളവും. ഇതെങ്ങനെയാ കൊടുക്കാന്ന്. അപ്പൊ ഒരു സെക്യൂരിറ്റീനെ അവിടെ കണ്ടപ്പോ, ഈ ഇതില്ലേ ഒരു ബാഡ്ജൊക്കെ തൂക്കി നടക്കുന്ന അവിടുത്തെ സെക്യൂരിറ്റിമാരുണ്ടാവുമല്ലോ, അയാളോട് ഞാൻ ചോദിച്ചു, ഇവിടെ ഗുരുവായൂരപ്പന് പിന്നെ എനിക്കൊരു കാണിക്ക് സമർപ്പിക്കാനുണ്ടായിരുന്നു, അതിനിപ്പോ എന്താ ചെയ്യാ തിരക്കിലെന്ന്. അപ്പൊ
അപ്പൊ പറഞ്ഞു ഗുരുവായൂരപ്പൻ അപ്പൊ പഴുക്കാ മണ്ഡപത്തിലാണ് ഗുരുവായൂരപ്പന്റെ ഇത് വെക്കുക, അവിടെ ഉള്ളിൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞു. സ്വർണ്ണ പഴുക്കാ മണ്ഡപത്തിലാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുകയാണ്. അപ്പൊ ഇയാള് എന്താ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇതിപ്പോ കുറച്ച് ഒരു 3:30 മണിയാകുമ്പോ ഇത് കഴിയും പൂജകള്. അത് കഴിഞ്ഞിട്ട് അപ്പൊ കൊടിമരത്തിന്റെ അവിടെ സമർപ്പിച്ചോളി അവർക്ക്. അപ്പൊ പൂജയൊക്കെ കഴിയും, അന്നപ്പോ സമർപ്പിക്കാതാണ്. പിന്നെ ഞാൻ കൊറേ ഒരു 1.5 മണിക്കൂറൊക്കെ അവിടെ കാത്തു നിന്നിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ ഈ പൂജ അവസാനിച്ചു. ആനയൊക്കെ പോയി, വിഗ്രഹമൊക്കെ എടുത്ത് അകത്തേക്ക് നമ്മള് തടമ്പൊക്കെ അകത്തേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോ അപ്പൊ ആളുകൾ ഇങ്ങനെ മുമ്പിൽ തൊഴാനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം ഇതും കൊണ്ട് നേരെ മുമ്പിലേക്ക് ചെന്നു. മുമ്പിലേക്ക് ചെന്നിട്ട് ഇതിപ്പോ ഗുരുവായൂരപ്പൻ ആ കൊടിമരത്തിന്റെ ആ ഇതുണ്ടാവുമല്ലോ, കൊടിമരത്തിന്റെ അതിന്റെ നിലത്ത് തൊടുന്ന ആ ഭാഗം, ആ ഇരിപ്പ്, ആ ഭാഗത്ത് ഇങ്ങനെ ആ ഭാഗത്ത് കൊടിമരത്തിന്റെ അടിയിൽ തന്നെ ഈ മാങ്ങാന്റെ കവറ് വെച്ചിട്ട്, അപ്പൊ കൊടിമരം കുറച്ച് നമ്മളെ ശ്രീകോവിലിന്റെ മുമ്പ് ലേശൊന്നും മാറിയില്ല. അപ്പൊ നേരെ കൊടിമരത്തിന്റെ അടുത്ത് നമുക്ക് ശ്രീകോവിലേക്ക് കാണൂല. അപ്പൊ ഞാൻ കൊടിമരത്തിന്റെ അടുത്ത് ഇത് ഇവിടെ വെച്ചിട്ട് ഭഗവാനെ ഞാനിതാ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഉള്ളിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ കണ്ണ് തുറന്നപ്പോ എന്റെ ഈ സഞ്ചി എടുത്തിട്ടുണ്ട് ഒരാൾ അകത്തേക്ക് ഓടിപ്പോന്ന് നേരെ നടേ കൂടെ. ആ ശബ്ദം ഇടാത്ത ഒരു വെള്ളമുണ്ട്, ഒരു കസവിന്റെ മുണ്ട് കഴുത്തു കൂടെ ഇടുക എന്തോ ചെയ്തിട്ടുണ്ട്, ഒരാൾ ഓടിപ്പോയി. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് എന്താ, എന്റെ കവർ കണ്ടപ്പോ എനിക്ക് വേഗം മനസ്സിലാവും. കാരണം ആ ഒരു ചെറിയൊരു ഷോപ്പറാണ്. അപ്പൊ അത് പെട്ടെന്ന് അയ്യോ, അവിടുന്ന് ഞാൻ വെച്ച സ്ഥലത്തേക്ക് നോക്കിയപ്പോ അത് അവിടെ കാണുന്നില്ല. അപ്പൊ ആ നേട്ടൻ ആരെയോ കണ്ട് സംസാരിച്ചൊക്കെ വന്ന അപ്പൊ വെച്ച് ഈ മാങ്ങ അവിടെ സമർപ്പിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സമർപ്പിക്കുകയും ചെയ്തു, അത് ആരോ അകത്തേക്ക് എടുത്ത് ഓടിപ്പോയി. അപ്പൊ അല്ലെങ്കിൽ അവിടെ എന്തെല്ലാം സാധനങ്ങൾ കിടക്കുന്നുണ്ട് എന്നറിയോ, നല്ല സാധനങ്ങൾ ആളുകൾ കൊണ്ടുവന്നതുണ്ട് ആ ഭാഗത്തൊക്കെ. എല്ലാ സാധനങ്ങളും ഈ മാങ്ങേന്റെ കവറ് മാത്രം ആരപ്പം എടുത്തിട്ട് ഓടിയിട്ടുണ്ടാവുക, ആരാണ് ആ മാങ്ങയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവുക.